96% കൂടുതലും പുരുഷന്മാരാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ സ്ത്രീകളുടെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം അതൊരു 3.7%. പുരുഷന്മാരൊക്കെ ഭയങ്കര കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആണ്. ബാക്കിൽ കൂടെ ചീറിപ്പാഞ്ഞു റേസിങ്ങിന് പോകുന്നത് പോലെയാണ്. അതായത് ഈ പോകുന്ന യാത്രികയെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ അവരൊന്ന് അറപ്പിച്ചിട്ട് പോവുക. ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിൽ സ്ത്രീകൾ കുറച്ച് പുറകോട്ടാണ്. റോഡിലിറങ്ങിയാൽ എനിക്കാദ്യം ലക്ഷ്യസ്ഥാനത്തെത്തണം. ഒരാളൊന്ന് ഓവർടേക്ക് ചെയ്താൽ തന്നെ വല്ലാത്ത അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. റോഡുകളിൽ പാലിക്കേണ്ട അച്ചടക്കം അത് വളരെ കുറവാണെന്നുള്ളതാണ്. സ്ത്രീകൾ പൊതുവെ ഓവർടേക്ക് ചെയ്യാൻ 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കുമെന്നാണ്. അത് നമ്മളുടെ ഈ കാലങ്ങളായി നമ്മളുടെ സൊസൈറ്റി അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇന്നലെയും ഉണ്ടായതൊന്നുമല്ല. ആ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർ ഈ ഇറങ്ങുന്നതിന്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഈ പെണ്ണുങ്ങളൊക്കെ വണ്ടിയും കൊണ്ട് രാവിലെ റോഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട. ബാക്കിയുള്ളവർക്ക് നേരെ ചൊവ്വേ കാലത്ത് നേരത്തും എങ്ങും എത്താൻ കഴിയില്ല. ഇവർക്കൊക്കെ ആരാണാകൂ ഈ ലൈസൻസ് ഒക്കെ കൊടുക്കുന്നത്? ഇങ്ങനെ പലപ്പോഴായി നമ്മൾ കേട്ട് കടന്നു പോകുന്ന ഒരുതരം മെയിൽ ഷോവനിസ്റ്റ് ഡയലോഗുകളുണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം സ്ത്രീ ഡ്രൈവർമാരും അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സ്ത്രീകളും ഇത് കേട്ടിട്ടുള്ളവരുമാണ്. ഇതിനൊക്കെ അപ്പുറം ഈ കണക്കുകളും അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും സയൻസും മോട്ടോർ വാഹന വകുപ്പും അടക്കം പക്ഷേ പറയുന്നത് ഡ്രൈവിങ്ങിൽ പുരുഷന്മാരെക്കാൾ മികച്ചത് സ്ത്രീകൾ തന്നെ എന്നാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ സ്ത്രീകളോട് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ഇന്നത്തെ വനിതാ ജംഗ്ഷൻ ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം മായയാണ്. മായ, ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഒരു മോശം ഡ്രൈവർമാരാകുന്നത്? പ്രത്യേകിച്ച് ഈ MVDയുടെ കണക്കുകൾ വരുന്നു, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകളെല്ലാം പട്ടികയെല്ലാം വരുന്നു. ഈ കഴിഞ്ഞ പ്രീവിയസ് വർഷങ്ങളിലെ അപകടങ്ങളുടെ നിരക്ക് ആ കണക്കുകളെല്ലാം വരുന്നു. സയൻസ് പറയുന്നതും സ്ത്രീകൾക്ക് കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചിന്തിക്കുവാനും ഒരുപക്ഷെ കുറച്ച് സംയമനശീലവും ക്ഷമാശീലവും ഒരുപക്ഷെ റോഡുകളിലൊക്കെ ഏറ്റവും ആവശ്യം വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾ മോശം ഡ്രൈവർമാരും പുരുഷ ഡ്രൈവർമാർ മിടുക്കരുമാകുന്നത് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ഓടിക്കുന്ന ആർക്കും, പ്രത്യേകിച്ച് ഈ പുരുഷന്മാർക്കാണ്, വണ്ടി ഓടിക്കുന്നവർക്ക് പൊതുവേ ഉള്ളൊരു ധാരണ അവരാണ് മികച്ച ഒരു ഡ്രൈവർ എന്നുള്ളതാണ്. നമ്മൾ ഈ ചില ഡാറ്റകൾ നോക്കിക്കൊണ്ട് തന്നെ നമുക്കിത് പരിശോധിക്കാൻ തോന്നുന്നു. ഈ സ്ത്രീകൾ ഡ്രൈവിങ്ങിൽ മോശമാണെന്നാണല്ലോ പൊതുവേ ഈ വിലയിരുത്തലും പറച്ചിലുമൊക്കെ. പക്ഷേ ഇതൊക്കെ പൊളിച്ചെഴുതുന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ട ഒരു കണക്കുകൾ. 2022 ഒരു ഡാറ്റാബേസ് വെച്ചിട്ട് 2024 അത് അവർ പുറത്തുവിട്ടത്. ഈ കണക്കുകൾ നോക്കുമ്പോൾ ഈ റോഡ് അപകടങ്ങളിൽ മരിച്ചതിൽ 76,907 പുരുഷന്മാരാണ്. അതിൽ 96% കൂടുതലും പുരുഷന്മാരാണ് മരിച്ചിരിക്കുന്നത്. പക്ഷേ സ്ത്രീകളുടെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം അതൊരു 3.7%. അങ്ങനെയൊക്കെയാണ് കണക്കുകളുള്ളത്. അപ്പോൾ ഇത് MVDയുടെ ഒരു കുറിപ്പിൽ അവർ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരമാണ് ഇങ്ങനെ വരുന്നത്. അതുപോലെ തന്നെ ഈ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം അവരും ഇത്തരത്തിൽ ഒരു സർവേ നടത്തി കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 13 ഇരട്ടിയാണ് ഈ അപകടമുണ്ടാകുന്നത് പുരുഷന്മാരിലാണ് കൂടുതൽ. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പുരുഷന്മാരൊക്കെ ഭയങ്കര കുറച്ചുകൂടി ഒരു അഗ്രസീവ് ആണ്. നമ്മൾ പറയില്ല, മുമ്പും പിമ്പും നോക്കാതെ പോകുക. അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാം ഒന്ന് കണ്ടറിഞ്ഞ് എല്ലാവർക്കും ഒരുതരം പൊതുവേ സ്ത്രീകൾക്ക് ഒരുതരം ഇൻസെക്യൂരിറ്റി, ഒരുതരം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഒരു ടെൻഷനോ ആശങ്കയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ കുറച്ച് പതുക്കെ കെയർ ചെയ്ത് അങ്ങനെയൊക്കെ ഓടിക്കുന്ന ഒരു സ്വഭാവമാണ് സ്ത്രീകൾ പൊതുവെ കാണുന്നത്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, പെട്ടെന്ന് പോകണം, ധൃതി പിടിച്ച് പോകണം, ആ ഒരു രീതിയിൽ അവർ കുറച്ചും കൂടെ കുറച്ച് സ്പീഡ് റേസ് ഇതൊക്കെ കൂടുതലുള്ളത് ഒരു പക്ഷേ എല്ലാ പുരുഷന്മാരിലല്ല, പൊതുവെ പുരുഷന്മാരിലും യുവാക്കളിലൊക്കെ അല്ലേ ഈ ഒരു പ്രവണത കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്സിഡൻറ്റ് റേറ്റൊക്കെ ഈ ഒരു രീതിയിൽ വരുന്നത്. ഈ മോട്ടോർ വാഹന വകുപ്പുകളും മറ്റ് സ്വപ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സയൻസ് മറ്റ് സ്റ്റഡികളൊക്കെ കാണിക്കുന്നതും അതുതന്നെയാണ്. ഈ സ്ത്രീകൾക്ക് ഈ കുറച്ച് എല്ലാത്തിലും കുറച്ചുകൂടെ കെയർ ചെയ്ത് അവരെല്ലാത്തിനും പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മുന്നിൽ വരുന്നത് എന്താണ് എന്നൊക്കെ കണ്ട് സ്പീഡൊക്കെ കുറച്ച് ആ രീതിയിൽ പോകുന്ന ഒരു സ്ഥിതിയാണ് ഈ സ്ത്രീ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഇതിനൊരു മറുവാദം കൂടി പറയാറുണ്ട്. ഈ 1-2 സ്ത്രീകൾ
ഞാൻ ഇവരോട് ഈ വണ്ടി ഓടിക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല കേട്ടോ, ചിലരെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ആണുങ്ങളെപ്പോലെ ഇതിനെ മുന്നും പിന്നും ഓടിക്കാതെ വണ്ടി എടുത്തിട്ട് ഒരു പോക്കാണ് ഈ പറഞ്ഞതുപോലെ. പക്ഷേ ഈ റോഡിൽ പൊതുവേ പാലിക്കേണ്ട ചില കോമൺ സെൻസുകളുണ്ട് ഡ്രൈവിങ്ങിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പാലിക്കുന്നത് കുറവാണ് എന്ന് ഈ സ്ത്രീകൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വളരെ നന്നായി വണ്ടി ഓടിക്കുന്ന 4 വീലറുകളും 8 വീലറുകളൊക്കെ വലിയ ട്രക്കുകളും ലോറികളൊക്കെ ഓടിക്കുന്ന സ്ത്രീകളെയൊക്കെ നമ്മൾ യൂട്യൂബുകളടക്കം പലയിടത്തായി നമ്മൾ കാണുന്നതുമാണ്. അതിനോടൊപ്പം തന്നെ ഈ ചേർത്ത് പറയേണ്ടതാണ്, ഇടയ്ക്ക് വണ്ടിക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു വഴിയിൽ ഒരു ആവശ്യം വന്നാൽ, ഒന്ന് നിർത്തേണ്ടിയൊക്കെ വന്നാൽ, ഈ വണ്ടി അനങ്ങുന്നില്ല എന്ന് കണ്ടാൽ ഈ ഓടിയെത്തുന്നതും ഈ പുരുഷൻ ഡ്രൈവർമാർ അല്ലെങ്കിൽ ആ സഹയാത്രികരാണ്. സ്ത്രീകൾ എത്ര പേർ അങ്ങനെ ചെന്ന് നിന്ന് ഒരു സഹായം നമുക്ക് തരും അല്ലെങ്കിൽ എന്തു പറ്റി എന്ന് ചോദിക്കും, അങ്ങനെയുള്ളൊരു കണക്കിലും വ്യത്യാസമുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിനപ്പുറം ഒരു കാര്യം കണക്കിലാക്കേണ്ടത്, റോഡിലിറങ്ങുന്ന സ്ത്രീകളുടെ എണ്ണത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം എന്നതാണ്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും തുടക്കത്തിൽ മായ സൂചിപ്പിച്ചതുപോലെ ഈ പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഈ അപകടത്തിൽപ്പെടുന്നതിൻ്റെ ഒരു നിരക്ക് കൂടുന്നതിനുള്ള ഒരു കാരണമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. പക്ഷേ അതിനുമപ്പുറം റോഡിലിറങ്ങിയാൽ എനിക്കാദ്യം ലക്ഷ്യസ്ഥാനത്തെത്തണം, അല്ലെങ്കിൽ അവർക്ക് മുന്നേ നമ്മൾ റോഡിൽ കൂടെ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരാളൊന്ന് ഓവർടേക്ക് ചെയ്താൽ തന്നെ വല്ലാത്ത അസഹിഷ്ണുതയാണ് കാണിക്കുന്നത്. എന്നാൽ പിന്നെ അവനെ ഓടി തോൽപ്പിച്ച് അവന് മുന്നിൽ ട്രാഫിക് സിഗ്നലിന് മുന്നിൽ അവൻ്റെ മുന്നിൽ എത്തി വണ്ടി നിർത്തി ഒന്ന് അവനെ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി അങ്ങനെയൊക്കെ കാണിക്കുന്ന ചെറിയ കോംപ്ലക്സുകളാണ് ഈ വണ്ടി ഓടിക്കുമ്പോഴുള്ള. അങ്ങനെയൊക്കെ കാണിക്കുന്ന സ്വഭാവം കൂടുതൽ പുരുഷന്മാർക്കാണ് ഉള്ളതെന്ന് തോന്നുന്നു. മാത്രമല്ല ഈ ഓവർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഓവർടേക്കിംഗ് പലപ്പോഴും ഈ ആക്സിഡൻറ്റ്സ് കൂടുതൽ ഡെത്ത് റേറ്റുകൾ അടക്കം ഉണ്ടാകുന്നത് ഓവർടേക്കിംഗ് നടക്കുമ്പോൾ. ഈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ പൊതുവെ ഓവർടേക്ക് ചെയ്യാൻ 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വണ്ടി ഉണ്ടോ ഇല്ലയോ, വരുന്നോ ഇല്ലയോ എന്നൊക്കെ. അതേസമയം ആണുങ്ങൾ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരു സമയത്ത് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടി പലപ്പോഴും നമ്മളത് കടന്നു പോയി, ഞാനിത് കടന്നു വന്നോ, ഞാനിത് രക്ഷപ്പെട്ടോ എന്ന് വല്ലാത്തൊരു കൂടെ ഇരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത് കടന്നു പോയോ, അത് ഓവർടേക്ക് നമ്മൾ എത്തിയോ, അങ്ങനെ ഒരു ഫീല് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ സൂചിപ്പിച്ച പോലെ ആദ്യം എത്തുക, എത്രയും പെട്ടെന്ന് എത്തുക, ഒരു ചെറിയൊരു ട്രാഫിക് ബ്ലോക്കുകളിൽ പോലും ഒരു വല്ലാത്ത അക്ഷമയാണ് അവർ കാണിക്കുന്നത്. ആ സിഗ്നൽ അവസാനം 5-4-2 ആകുന്നതിന് മുൻപേ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് പുരുഷ ഡ്രൈവർമാരെ നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം സ്ത്രീകൾ എന്നാൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് വളരെ കുറവാണ്. 0 ആയി പിന്നെ അടുത്ത് കൗണ്ട് 1, 2, 3 ഒക്കെ ആകുമ്പോഴായിരിക്കും ഇവരെടുത്തുകൊണ്ട് പോകുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ റോഡുകളിൽ കാണിക്കേണ്ട കുറേ കാര്യങ്ങൾ, കുറേ ശീലങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകളാണ് എന്ന് തന്നെയാണ് ഈ അപകടത്തിൻ്റെ നിരക്കൊക്കെ കുറയാനുള്ള ഒരു കാരണമായി ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പലപ്പോഴും സ്വയം പര്യാപ്തതയുടെ ഭാഗമായിട്ടാണ് സ്ത്രീകൾ ഈ വണ്ടികളെ ആശ്രയിക്കുന്നത് എന്ന് തോന്നിയിട്ടില്ലേ? ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിലും ഇനി ഒരാളെ ആശ്രയിക്കേണ്ട, എപ്പോഴും അവരോട് ചോദിക്കേണ്ട എന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന അതിലേക്ക് എത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ നേരത്തെ മായ സൂചിപ്പിച്ച ആ ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ ഇറങ്ങുന്നതിന്. ഇങ്ങനെയുള്ളവർക്കാണെന്ന് തോന്നുന്നു ഒരുപക്ഷെ കുറച്ച് കൂടുതലായിട്ട് ഇത്തരത്തിൽ ഒരു റോഡിലുണ്ടാകുന്ന സഡനായിട്ടുള്ള ഈ ഒരു അപ്രതീക്ഷിത സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും സ്വപ്ന ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ മറുവാദം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഈ പലരിലും നമുക്ക് കാണാൻ കഴിയും. അത് നമ്മളുടെ ഈ കാലങ്ങളായി നമ്മളുടെ സൊസൈറ്റി അടിച്ചേൽപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇന്നലെയും ഉണ്ടായതൊന്നും അല്ല. അത് ഈ സൊസൈറ്റി അടിച്ചേൽപ്പിച്ചതിന്റെ ഒരു ഭാഗമായി സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു സാധനമാണത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിൽ സ്ത്രീകൾ കുറച്ച് പുറകോട്ടാണ്. അതിൽ ഈ പുരുഷന്മാരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതല്ല, ആ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് പുറകോട്ടാണ്. നേരത്തെ തന്നെ നമ്മളുടെ ഈ ഡ്രൈവിംഗ് ചെയ്യുന്ന സ്ത്രീകളൊക്കെ സംസാരിച്ചത് പറയും, ഞാൻ അങ്ങ് പോകും, പിറകിൽ വരുന്നവർ ഞാൻ പോകുന്നതിനനുസരിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ചെയ്താൽ മതി, കാരണം എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല, ഞാൻ അങ്ങ് പോകും, ഇൻഡിക്കേറ്റഡ് അത്
വണ്ടി ഓടിക്കുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ഈ പാർക്കിംഗ്, അതുപോലെ തന്നെ രണ്ട് കാലും നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞത് പറക്കുന്നത് പോലെ വണ്ടി ഓടിക്കുന്നവർ എന്നാണ് പറയുന്നത്. പറക്കുന്നത് പോലെ വണ്ടി ഓടിക്കുക, കാല് രണ്ടും ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഇഴച്ചുകൊണ്ട് അതേസമയം ഹാൻഡിൽ പറക്കുന്നത് പോലെ വണ്ടി ഓടിക്കുന്നവർ എന്നാണ് സ്ത്രീകളെ കുറിച്ച് പൊതുവെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് നിർത്തണമെങ്കിൽ ആ ഒരു 5 കിലോമീറ്റർ മുൻപേ അവർ അങ്ങനെ ആ രീതിയിൽ കാൽ രണ്ടും അങ്ങനെ വെച്ചിട്ടാണ് പോകുന്നത്. അതൊക്കെ സ്ത്രീകളെ കുറിച്ച് പൊതുവെ പറയുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ ഒരു കോൺഫിഡൻസ് കുറവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിലൊക്കെ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് കുറച്ച് കുറവായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യു ടേൺ ഒക്കെ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഒരു ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ അവർക്കത് മാനേജ് ചെയ്യാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. അത് പലരും നമുക്ക് ഈ റോഡിൽ നമ്മൾ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേങ്കിൽ ഒരു വിഭാഗം ആ രീതിയിൽ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നിടത്താണ് ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമുക്കൊപ്പം യാത്ര ചെയ്യുന്ന പുരുഷ ഡ്രൈവർമാർ അവർ കുറച്ചുകൂടി കൺസേണോട് കൂടിയാണ്, കുറച്ചുകൂടി സ്ലോ ആയിട്ടാണ് അവരെ ഓവർടേക്ക് ചെയ്യുക. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ റോഡുകളിൽ കൂടി വണ്ടി ഓടിക്കുന്ന സ്ത്രീകൾക്ക് അതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവരിലും ഉണ്ടായേനെ എന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഓടിക്കാം, എന്നെ അങ്ങനെ ആരും ക്രോസ്. ചിലപ്പോഴൊക്കെ ഈ 2 വീലറിലൊക്കെ പോകുമ്പോൾ ബാക്കിൽ കൂടെ ചീറിപ്പാഞ്ഞ് റേസിങ്ങിന് പോകുന്നത് പോലെയാണ്. അതായത് ഈ പോകുന്ന യാത്രികയെ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് പോവുക, അല്ലെങ്കിൽ അവരെ ഒന്ന് അറപ്പിച്ചിട്ട് പോവുക. ശരിക്കും അതാണ് ആ വാക്ക്, ശരിക്കും അറപ്പിച്ചിട്ട് പോവുക എന്ന രീതിയിൽ പോകുന്നു. അതുപോലെ തന്നെ KSRTC ബസ്സുകളിൽ പലപ്പോഴും KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ട സാഹചര്യം എനിക്കുണ്ട്. മിക്കവാറും ഫ്രണ്ടിലായിരിക്കും. നമുക്ക് കാണാൻ സാധിക്കും ഈ ഡ്രൈവർമാർ തൊട്ട് ലെഫ്റ്റിൽ കൂടി ഒരു പെൺകുട്ടി പോവുകയാണ്. അതായത് കോളേജിലെ യൂണിഫോം ഒക്കെ ഇട്ടൊരു പെൺകുട്ടി പോവുകയാണ് 2 വീലറിൽ. ആ കുട്ടിയെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഡ്രൈവർ അടുത്തെത്തിയ ഹോണടിയാണ്. ആ കുട്ടിയുടെ ശരിക്കും ആ ഒരു സീൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ആ കുട്ടി ഇപ്പോൾ തട്ടുമോ ഇല്ല, നമുക്ക് വല്ലാത്തൊരു ആശങ്കയും വെപ്രാളവും ഒക്കെ. അതിനെ തട്ടുമോ, അത് രക്ഷപ്പെടുമോ, ഒരു സെക്കൻഡ് കൊണ്ട് അയ്യോ അതിനടിയിൽപ്പെട്ടോ അതോ രക്ഷപ്പെട്ടു പോയോ എന്ന് പോലും ആ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പം ഇങ്ങനെ ഈ റോഡുകളിൽ കാണിക്കുന്ന ഈ മിമിക്സ് ഒക്കെ ഉണ്ട്, ഈ ലീലാവിലാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് കുറച്ചാൽ, അല്ലെങ്കിൽ തങ്ങളെപ്പോലെ കൂടെ പോകുന്നവരാണ് ഒരു കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ചുമന്നുകൊണ്ട് പോകുന്നവരാണ്. ചിലപ്പോൾ കുട്ടികളെ കൊണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായിരിക്കാം, ബാങ്കിൽ പോകുന്നതായിരിക്കാം, ജോലിക്ക് പോകുന്നതായിരിക്കാം. പക്ഷേ വീട്ടിൽ ഒരുപാട് ടെൻഷനെല്ലാം ചുമന്നുകൊണ്ടായിരിക്കും ഈ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ. സോ ഇങ്ങനെയൊക്കെ പോകുന്ന ഇവരെയും ഒപ്പം കൂട്ടി അവർക്കും ഒരു പരിഗണന കൊടുത്ത് കൊണ്ടുപോകാം എന്ന് ഒരുപക്ഷേ ഈ ആൺ ഡ്രൈവർമാർ വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഈ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ സ്ത്രീ ഒരു മോശം ഡ്രൈവറാണ് എന്ന ആ ഒരു പഴി ഒരുപക്ഷെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പൊതുവേ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൾച്ചറുണ്ട്, ഒരു ഡ്രൈവിംഗ് സംസ്കാരമുണ്ട്. നമ്മുടെ രാജ്യത്ത് അത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ റോഡുകളിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട്. നേരത്തെ സുപ്രീം കോടതി നിയോഗിച്ച ഈ റോഡ് സുരക്ഷയെക്കുറിച്ചും അപകടങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ പറഞ്ഞത് നമുക്ക് ഈ റോഡുകളിൽ പാലിക്കേണ്ട അച്ചടക്കം അത് വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മൾ ഈ തെക്ക് നിന്ന് വടക്കോട്ടും ഒക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റോഡിൽ പാലിക്കേണ്ട അച്ചടക്കം അത് ഒട്ടുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഈ വിദേശ രാജ്യങ്ങളെ അടക്കം കമ്പയർ ചെയ്ത് പറയുകയല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ഇതൊക്കെ കണക്കിലെടുത്ത്, റോഡുകളുടെ അവസ്ഥ ഒക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ അവിടത്തെയുള്ള ഒരു കൾച്ചർ, ഡ്രൈവിംഗ് കൾച്ചർ നമുക്ക് എന്തായാലും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ 70 വയസ്സായ അവരുൾപ്പെടെ ഇപ്പോഴും ഡ്രൈവിങ്ങിൽ 11 ലൈസൻസ് എടുത്തൊരു സരസ്വതി അമ്മയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ്. KSRTCയിൽ വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ആദ്യത്തെ KSRTC ഡ്രൈവറായ രാജി, അതുപോലെ തന്നെ KSRTCയിലെ യുവ ഡ്രൈവറായി കഴിഞ്ഞുള്ള ആര്യ, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് സ്ത്രീകളുടെ ഇതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോർമുല 1 മത്സരിക്കാൻ പോകുന്ന കോഴിക്കോട് സ്വദേശിനി, അങ്ങനെ നിരവധി പേരുണ്ട്. നമ്മൾ ഈ സ്ത്രീകൾ പിന്നോട്ടാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ഉയർന്നു വന്ന സ്ത്രീകളൊക്കെ നിരവധിയാണ്. പക്ഷേ അതിൽ ആ റേഷ്യോയിലാണ് വ്യത്യാസം വരുന്നത്. 1, 2, 3 പേർ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ മായ സൂചിപ്പിച്ചതുപോലെ ആ ഒരു നിരയിലേക്ക് എത്തുന്നു. നല്ലൊരു ശതമാനവും സാധാരണക്കാരായ ഈ റോഡുകളിലൂടെയൊക്കെ പകുതി പേടിച്ചും പകുതി അരക്ഷിതാവസ്ഥയിൽ ഈ വണ്ടി എപ്പോൾ നിന്നു പോകും എന്നുള്ളൊരു ഭയത്തോടു കൂടിയൊക്കെ വണ്ടി ഓടിക്കുന്ന ഈ വനിതാ ഡ്രൈവർമാരാണ്. എന്തായാലും ഈ വനിതാ ഡ്രൈവർമാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്പം പോകുന്ന ഒരാൾ ആ ഒരു പിന്തുണയോടുകൂടി, ആ ഒരു കരുതലോട് കൂടിയുള്ള ഒരു നോട്ടമുണ്ടെങ്കിൽ, അങ്ങ് ആ കരുതലോട് കൂടിയുള്ള ഒരു പോക്കാണ് നമുക്കറിയാം നമ്മുടെ റോഡുകളൊക്കെ വളരെ പരിമിതമാണ്, അതിൻ്റെ വളർച്ചയുമെല്ലാം. അതേസമയം ഓരോ മാസവും റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വല്ലാത്ത വർധന. അതായത് ഒരു മാസം 3000-ലധികം
വണ്ടികൾ റോഡുകളിൽ ഇറങ്ങുമ്പോൾ ആ റോഡുകളിലുണ്ടാകുന്ന വികസനം എത്രത്തോളം എന്നതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചിന്തിക്കണം. തീർച്ചയായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഒരുപക്ഷെ തുലവും കുറവാണ് റോഡുകളിൽ ഇറങ്ങുന്ന സ്ത്രീകളുടെ, ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം. എങ്കിൽ കൂടിയും ആ ഒരു കരുതലും പിന്തുണയും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സുഗമമായ ഒരു യാത്ര ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന്. ഡ്രൈവിങ്ങിലെ പ്രാഗൽഭ്യം അളക്കുന്നത് ഒരിക്കലും ലിംഗ അടിസ്ഥാനത്തിലല്ല. എക്സ്പീരിയൻസും എക്സ്പോഷറും കൃത്യമായ മനസാന്നിധ്യവും ഒക്കെ ചേരുമ്പോഴാണ് ഒരു മികച്ച ഡ്രൈവർ ഉണ്ടാകുന്നത്. റോഡുകൾ എല്ലാവരുടേതുമാണ്. എങ്കിലും ഒരു സിനിമാ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. മുന്നേ ഓടിച്ച് കയറുമ്പോഴല്ല, പിന്തുണയോടെ ഒപ്പം ഓടിച്ച് മുന്നേറുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു ഹീറോ ആകുന്നത്.